നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് നിർത്തിവച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് സിനിമകളുടെ ചരിത്രം സംസാരിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. അത് ഒന്നുകൂടി തിരുമ്പി കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇത് കണക്കാക്കുക. അതായത് 2020 മുതൽ 2024 വരെയുള്ള ഓരോ വർഷങ്ങളിലെയും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇതെല്ലാം വച്ചിട്ട് ഏത് നായകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ടോപ്പ് ഗ്രോസർ ആയിട്ടുള്ളത് എന്നുള്ളതും കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം സമയം കളയാനില്ല, കാരണം 24 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്: നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് നടക്കുന്ന സമയത്ത് 2000 എന്ന് പറയുന്ന വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നരസിംഹത്തിന്റെ വർഷം എന്ന് തന്നെ അറിയപ്പെടുന്നതാണ്. മോഹൻലാൽ ഫാൻസുകാർ 2000-നെ അളക്കുന്നത് തന്നെ നരസിംഹത്തിന്റെ വർഷം എന്നുള്ളതാണ്. ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയ ചിത്രമായിരുന്നു നരസിംഹം എന്ന് പറയുന്ന സിനിമ. അതായത് അതുവരെയുള്ള സകല കളക്ഷൻ റെക്കോർഡുകളെയും മറിച്ച് ഇട്ടുകൊണ്ട് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമ 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നുള്ള ചരിത്ര സിനിമ കൂടിയായിരുന്നു അത്. ചരിത്ര സിനിമയല്ല, ചരിത്രം ഇട്ട സിനിമ കൂടിയായിരുന്നു. 21 കോടിയായിരുന്നു നരസിംഹം എന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷൻ. മോഹൻലാലായിരുന്നു നായകൻ. 2021 വരുമ്പോഴും മോഹൻലാൽ തന്നെയാണ് ടോപ്പ് ഗ്രോസറിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രവുമായിട്ട് മോഹൻലാൽ 2001 17 കോടിയാണ് രാവണപ്രഭുവിന്റെ കളക്ഷൻ കിട്ടിയതായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഇതിനകത്ത് നമ്മൾ പറയുന്ന ഈ കളക്ഷൻ കണക്കുകൾ, അതായത് ഇപ്പൊ നരസിംഹം 21 എന്ന് പറയുന്നത്, രാവണപ്രഭു 17 എന്ന് പറയുന്നത്, അടുത്ത പടത്തിന്റെ കണക്കുകൾ, ഇതെല്ലാം 100% ശരിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഇപ്പോൾ ആ സിനിമകളുടെ ഒന്നും കണക്കുകൾ ലഭ്യമല്ല. അതൊക്കെ നമ്മൾ വിക്കിപീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈറ്റുകളിലൂടെയോ എടുത്തിരിക്കുന്നതാണ്. ഒരിക്കലും വിക്കിപീഡിയയിലൊന്നും സ്വപ്നത്തിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ഏകദേശ കണക്ക് മാത്രമായിട്ട് കണക്കാക്കുക. പക്ഷെ ടോപ്പ് ഗ്രോസർ ഇത് തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യം 110% ഉറപ്പിക്കാനും സാധിക്കുന്നതാണ്. എന്ത് തന്നെയാലും 2001 മോഹൻലാൽ തന്നെയാണ് രാവണപ്രഭു എന്ന് പറയുന്ന സിനിമ 17 കോടിയോളമാണ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. 2002 വരുന്ന സമയത്ത് ദിലീപ് വീണ്ടും എന്നല്ല, ദിലീപ് ആദ്യമായിട്ട് ഒരു ടോപ്പ് ഗ്രോസറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദിലീപിന് ഒരു സൂപ്പർ സ്റ്റാർ പദവി കിട്ടിയ ചിത്രം മീശമാധവൻ എന്ന് പറയുന്ന സിനിമ, അത് ഏകദേശം 19 കോടിയോളം രൂപയാണ് 2002 തിയേറ്ററുകളിൽ നിന്ന് കളക്ഷൻ നേടിയത്. അടുത്തത് 2003 വീണ്ടും മോഹൻലാൽ തന്നെ തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ബാലേട്ടന് 14 കോടി രൂപയോളമാണ് കളക്ഷൻ കിട്ടിയത്. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2000-ലും 2001-ലും മോഹൻലാൽ തന്നെയാണ് ടോപ്പ് ഗ്രോസർ ആയിട്ട് വന്നത്. എന്നാൽ 2001 ശേഷം 2001 പകുതിയും ബാക്കി 2002 ഇങ്ങനെയുള്ളൊരു 1.5 കൊല്ലത്തോളം മോഹൻലാലിന് പരാജയങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായത്. ആ പരാജയങ്ങൾ എന്ന് പറയുമ്പോൾ 1-2 സിനിമകൾ മാത്രമാണ് ഇറങ്ങിയത്. എല്ലാം അന്നത്തെ കാലത്ത് വലിയ സിനിമകളായിരുന്നു. മാത്രവുമല്ല, അതെല്ലാം മുണ്ടുമടക്കി കുത്തിയ സിനിമകളുമായിരുന്നു. ആ ഒരു സിനിമയ്ക്ക് ശേഷം വലിയൊരു ചേഞ്ച് മോഹൻലാൽ തന്റെ സിനിമകളിൽ കൊണ്ടുവരുന്നത് ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതും ഒരു വലിയ വിജയമായി മാറുന്നു. 2003 14 കോടിയോളമായി ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമ ഹിറ്റായി മാറുന്നു. അടുത്തത് 2004 വരുമ്പോൾ ആദ്യമായിട്ട് മമ്മൂട്ടി ടോപ്പ് ഗ്രോസറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 14 കോടി രൂപയോളം നേടിയ സേതുരാമയ്യർ CBI എന്ന് പറയുന്ന സിനിമയാണ് അന്ന് ഹിറ്റായി മാറിയത് 2004. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. +2 ഹിസ്റ്ററി ബുക്ക് മേടിക്കാൻ തന്ന കാശിനാണ് ഞാൻ അന്ന് ആ സിനിമ പോയി കണ്ടത്. മരണം വരെയും ഹിസ്റ്ററി ബുക്ക് ഞാൻ പിന്നീട് കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. അത് വളരെ വലിയൊരു ഓർമ്മയാണ്. സേതുരാമയ്യർ CBI കണ്ടത്. 14 കോടി രൂപ ആ വർഷത്തെ ഏറ്റവും വലിയ ഗ്രോസറായിട്ട് ആ സിനിമ മാറുന്നു. അടുത്ത വർഷം 2005 മമ്മൂട്ടിയുടെ വർഷമായിട്ട് മമ്മൂട്ടി ആരാധകർ ആഘോഷിക്കുന്ന ഒരു വർഷമാണ്. രാജമാണിക്യം എന്ന് പറയുന്ന സിനിമ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റുമായിട്ട് മമ്മൂട്ടി തിരിച്ചു വരുന്നത് കാണാം. നരസിംഹം എന്ന് പറയുന്ന സിനിമ ഇട്ട 21 കോടി രൂപയുടെ റെക്കോർഡ് മറികടക്കുന്നത് രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയാണ്.
25 കോടി രൂപയുമായിട്ട് രാജമാണിക്യം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് നിൽക്കുന്നതും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ രാജമാണിക്യത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് തൊട്ടടുത്ത വർഷം തന്നെ മാറുന്നുണ്ട്. അത് 2006 ഇറങ്ങിയ മൾട്ടി സ്റ്റാർ ചിത്രം, പൃഥ്വിരാജിന്റെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയാവുന്ന ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ ഏകദേശം 27 കോടി രൂപയോളമാണ് ആ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ ഇടുന്നത്. അങ്ങനെ പൃഥ്വിരാജും ടോപ്പ് ഗ്രോസർ ലിസ്റ്റിലേക്ക് കാൽ വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ 2 വർഷം തുടർച്ചയായിട്ട് ടോപ്പ് ഗ്രോസറായ മമ്മൂട്ടി 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ടോപ്പ് ഗ്രോസർ പട്ടികയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും 2007 മായാവി എന്ന് പറയുന്ന ചിത്രത്തിലൂടെ. മായാവിക്ക് ലോകം മൊത്തം ഒന്നും പറയേണ്ട കാര്യമില്ല, അന്ന് കേരളം മാത്രമേ ഉള്ളൂ. അപ്പൊ കേരളം മൊത്തമായിട്ട് 15 കോടി രൂപയോളമാണ് ഓടിക്കിട്ടിയത്. മായാവി ഒരു വലിയ വിജയമായിട്ട് മാറിയപ്പോൾ 2008 മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് കൂടി മലയാളത്തിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഏകദേശം എന്റെയൊക്കെ പ്രായമുള്ളവർക്ക് കൃത്യമായിട്ട് തിയേറ്റർ നല്ലൊരു അനുഭവം കിട്ടിയ ഒരു പടം കൂടിയായിരുന്നു 2020 എന്ന് പറയുന്ന സിനിമ. മോഹൻലാൽ മമ്മൂട്ടി ഫാൻസുകാർ പക്ക തമ്മിലടിച്ച ഒരു പടമായിരുന്നു. എന്നാൽ സ്ക്രീൻ സ്പേസ് കൊണ്ട് സുരേഷ് ഗോപി കത്തിക്കയറിയ ഒരു ചിത്രം കൂടിയായിരുന്നു 2020 എന്ന് പറയുന്ന സിനിമ. അതുവരെയുള്ള സകലമാന കളക്ഷൻ റെക്കോർഡുകളെയും തൂക്കി എറിഞ്ഞുകൊണ്ട് 33 കോടി രൂപയുമായിട്ട് ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുന്നു. ഇനി ഒരിക്കലും അത് ആരും തൊടില്ല എന്ന് കരുതി നിൽക്കുമ്പോൾ തൊട്ടടുത്ത വർഷം 2009 പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ വന്ന് തൊട്ടടുത്ത് വരെ വന്ന് നിൽക്കുന്നുണ്ട്. പഴശ്ശിരാജ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആണെന്ന് പറഞ്ഞ് വാദിക്കുന്ന കുറേ മമ്മൂട്ടി ആരാധകരുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കമന്റാണ് പഴശ്ശിരാജ 49.5 കോടി രൂപ നേടിയെന്ന്. എത്രയും തള്ളുന്ന അവന് ഒരു 50,000 രൂപ കൂടി, അവർ 50 ലക്ഷം രൂപ കൂടി തള്ളിക്കഴിഞ്ഞാൽ അത് 50 കോടി ആവില്ലേ? പിന്നെന്തിനാണ് അവൻ 49 പിടിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഒരു വ്യക്തിയാണ് സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ വന്ന് കമന്റ് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പൊ കാണാറുമില്ല. അപ്പൊ എന്തിനേലും 49 ഒന്നും തള്ളേണ്ട കാര്യമില്ല. 28 മുതൽ 29 കോടി രൂപ വരെയൊക്കെയാണ് അത് കിട്ടിയിട്ടുണ്ടാവത്തുള്ളൂ. കാരണം അതൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയ പടമല്ല. നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന 28 കോടി രൂപ എന്നുള്ളൊരു കണക്കാണ്. വലിയ ഒരു വിജയം തന്നെയായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു കളക്ഷൻ നേടിയ സിനിമ തന്നെയായിരുന്നു. പക്ഷെ ഇൻഡസ്ട്രി ഹിറ്റ് ആവാനായിട്ടുള്ള ഒരു കളക്ഷനിലേക്കൊന്നും എത്തിയിരുന്നില്ല. മാത്രവുമല്ല 2020 ഇട്ട 33 കോടി രൂപ അല്ലെങ്കിൽ 30 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇനി ഒരിക്കലും മലയാള സിനിമ നേടില്ല എന്ന് വരെ അന്ന് പറഞ്ഞു നടന്നിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ എന്നുള്ളതും കൂടി ഓർക്കേണ്ടതുണ്ട്. എന്ത് തന്നെയാലും പഴശ്ശിരാജ 28 കോടി നേടിയപ്പോൾ 2010 വീണ്ടും മമ്മൂട്ടി തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത് കാണാൻ സാധിക്കും. പോക്കിരി രാജ എന്ന് പറയുന്ന സിനിമയുമായിട്ട് 16 കോടി രൂപയോളമാണ് പോക്കിരി രാജ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായിട്ട് വന്നു നിൽക്കുന്നത്. കുറച്ചു കാലമായിട്ട് സ്ക്രീനിൽ ഇല്ലാതിരുന്ന മോഹൻലാലിന് വീണ്ടും ഒരു ടോപ്പ് ഗ്രോസർ കിട്ടുന്ന സിനിമയാണ് മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള ക്രിസ്ത്യൻ ബ്രദേഴ്സ്. 2020 വന്നു എന്ന് പറയാം. പക്ഷെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് മോഹൻലാൽ ചിത്രം എന്ന് തന്നെ പറയാം. എന്നിരുന്നാൽ പോലും സുരേഷ് ഗോപിയൊക്കെ വരുന്ന ചിത്രമാണ്. 28 കോടി രൂപയാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സും അന്ന് കളക്ഷൻ നേടിയത്. ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയതും. 2012 വരുമ്പോൾ വീണ്ടും ദിലീപ് 1ാം സ്ഥാനത്തേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. മായാമോഹിനി എന്ന് പറയുന്ന സിനിമയുമായിട്ട് 22 കോടി രൂപയാണ് മായാമോഹിനി അന്ന് കളക്ഷൻ നേടിയത്. 2013 വരുമ്പോൾ വീണ്ടും ഒരു മലയാളത്തിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പറക്കുന്നു. അത് ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൃശ്യം എന്ന് പറയുന്ന സിനിമ 65 കോടി രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷനായിട്ട് വന്നത്. ഇന്ന് അതിന്റെ കളക്ഷൻ തള്ളിപ്പോ ഏതാണ്ട് 75-80 ആക്കി മാറ്റിയിട്ടുണ്ട്. അധികം വൈകാതെ കൂടിപ്പോയ 5 കൊല്ലത്തിനുള്ള ആ സിനിമയെ 100 കോടി നേടുന്ന ചിത്രമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ നിലവിൽ ആ സിനിമയ്ക്ക് 65 കോടി രൂപയാണ് കിട്ടിയത്. അത് അന്ന് തന്നെ പുറത്തു വന്ന വാർത്തയാണ്. പിന്നെ ബിസിനസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോഴും അത് പല ഭാഷകളിലേക്ക് റീമേക്ക് ഒക്കെ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പൈസ കയറി വരുന്നുണ്ടാവാം, അതറിയത്തില്ല. എന്ത് തന്നെയാലും 65 കോടി രൂപയാണ് അന്ന് കളക്ഷൻ കിട്ടിയതെന്നുള്ള കാര്യം അറിയാം. അടുത്തത് 2014 ബാംഗ്ലൂർ ഡേയ്സ് ആണ് 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ബാംഗ്ലൂർ ഡേയ്സ് 45 കോടി രൂപയോളം കളക്ഷൻ നേടി വലിയ ഒരു വിജയമായി മാറുന്നുണ്ട്. അടുത്ത ഒരു 50 കോടി ഉടൻ തന്നെ നേടാൻ സാധിക്കുമെന്ന് കാണിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് എന്നുള്ളതും കൂടി ഓർക്കേണ്ടതുണ്ട്. എന്നാൽ 2015 ബാംഗ്ലൂർ ഡേയ്സിന്റെ ഭാഗമായിരുന്ന നിവിൻ പോളി ഒറ്റയ്ക്ക് ഒരു ഹിറ്റ് അടിക്കുന്നത് കാണാം. പ്രേമം എന്ന് പറയുന്ന സിനിമയിലൂടെ 60 കോടി രൂപയാണ് പ്രേമത്തിന് ഫൈനൽ കളക്ഷനായിട്ട് വന്നത്. അതിന്റെ ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ HD ക്വാളിറ്റിയുള്ള പ്രിന്റ് പുറത്തു വന്നത് വലിയ ഒരു ദോഷം ചെയ്ത ചിത്രം കൂടിയായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ മോഹൻലാലിന്റെ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് അവിടെ വീണേനെ അത്ര വലിയ ഹിറ്റായിട്ട് പ്രേമം മാറിയിരുന്നു. പ്രേമത്തിന് ശേഷം പിന്നെയും മോഹൻലാൽ തന്നെ തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. അതും ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട്. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ
മലയാള സിനിമയിൽ ആദ്യമായിട്ട് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടാൻ സാധിക്കുമെന്ന് നേടിത്തന്ന ഒരു സിനിമയായിട്ട് പുലിമുരുകൻ മാറുന്നു. പുലിമുരുകന്റെ കളക്ഷൻ നമ്മൾ കാണുന്നത് 144 കോടി രൂപ എന്നാണ്. പലയിടത്തും 152 കാണുന്നുണ്ട്. പക്ഷേ ചിത്രം 144 കോടി രൂപ നേടി എന്നുള്ളതാണ് അവസാനം വരെയുള്ള അറിവ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്തത് 17ലേക്ക് വരുമ്പോൾ വീണ്ടും ദിലീപ് 1ാം സ്ഥാനത്തായിട്ട് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ദിലീപിന് 50 കോടി രൂപ ക്ലബിലേക്ക് നേടിയ അല്ലെങ്കിൽ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ രാമലീല എന്ന് പറയുന്ന ചിത്രമാണ് 2017 ടോപ്പ് ഗ്രോസറായിട്ട് മാറുന്നത്. ദിലീപ് വീണ്ടും 1ാം സ്ഥാനത്തേക്ക് എത്തുന്നതും. അടുത്തത് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമ നിവിൻ പോളിയുടെ ചിത്രമാണ്. 85 കോടി രൂപയോളം കളക്ഷൻ നേടിയ ചിത്രമാണ്. ചിത്രം 100 കോടി നേടി എന്നൊക്കെയുള്ള പോസ്റ്ററുകൾ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ടോട്ടൽ ബിസിനസ്സിലൂടെയൊക്കെ നേടിയിട്ടുണ്ടാകും. പക്ഷെ തിയേറ്ററിൽ 100 എത്താത്ത സിനിമയാണ്. 85 കോടി രൂപയോളം കളക്ഷൻ കിട്ടിയ ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നത്. അടുത്തത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയാണ്. 2019 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രം. 128 കോടി രൂപയാണ് ലൂസിഫറിന്റെ കളക്ഷനായിട്ട് കാണപ്പെടുന്നത്. ലൂസിഫർ 128, കായംകുളം കൊച്ചുണ്ണി 85. അടുത്തത് 2020 20 അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമയാണ് 1ാം സ്ഥാനത്തെത്തുന്നത്. ആദ്യമായിട്ട് നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ ഒരു ചിത്രം 50 കോടി ക്ലബിൽ കയറുന്നതും അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അഞ്ചാം പാതിരയ്ക്ക് ഫൈനൽ കളക്ഷനായിട്ട് വന്നത് 50 കോടി രൂപയാണ്. അടുത്തത് 21ലേക്ക് വരുമ്പോൾ കുറുപ്പാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കുറുപ്പിന് 83 കോടി രൂപയാണ് ഫൈനൽ കളക്ഷനായിട്ട് വന്നത്. അങ്ങനെ ഈ ഒരു ലിസ്റ്റിലേക്ക് ഒറ്റയ്ക്ക് നമ്മുടെ ദുൽഖർ സൽമാൻ 1ാം സ്ഥാനത്ത് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനു മുമ്പ് ബാംഗ്ലൂർ ഡേയ്സിലൂടെയും അദ്ദേഹം ഒരു ഭാഗമായിട്ട് 1ാം സ്ഥാനത്ത് എത്തിയിരുന്നു. 2022ലേക്ക് വരുമ്പോൾ കുറച്ച് കാലമായിട്ട് 1ാം സ്ഥാനത്ത് ഉണ്ടാവാതിരുന്ന മമ്മൂട്ടി തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയുടെ 88 കോടി രൂപയോളമാണ് ഭീഷ്മപർവത്തിന്റെ ഫൈനൽ കളക്ഷനായിട്ട് ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിച്ച പല കണക്കുകളും, ആ സമയത്ത് കിട്ടിയ പല കണക്കുകളിലും 90 കോടിക്ക് മുകളിൽ കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ 88 കോടി രൂപ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാനാണ് സാധ്യത എന്ന് ഈ ഒരു കണക്ക് നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. 2023ലേക്ക് വരുന്ന സമയത്ത് 2018 എന്ന് പറയുന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയായിട്ട് മാറുന്ന, അതൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയ സിനിമയായിരുന്നു. 170 കോടി രൂപയോളം ഫൈനൽ കളക്ഷൻ വന്ന ചിത്രമായിരുന്നു 2018 എന്ന് പറയുന്ന സിനിമ. മലയാളത്തിൽ ടോട്ടൽ ബിസിനസ്സിലൂടെയാണെങ്കിൽ പോലും ആദ്യമായി 200 കോടി എന്ന് പറയുന്ന മാർജിൻ ടച്ച് ചെയ്ത സിനിമ കൂടിയായിരുന്നു 2018 എന്ന് പറയുന്ന മൾട്ടി സ്റ്റാർ ചിത്രം എന്നുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അടുത്തത് 2024, അതായത് ഈ വർഷത്തെ ഇതുവരെയുള്ള ടോപ്പ് ഗ്രോസർ നമ്മൾ നോക്കുകയാണെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ്. 2018 അടിച്ച ഇൻഡസ്ട്രി ഹിറ്റിനെ ഒരു വർഷം പോലും തയ്ക്കാൻ അനുവദിക്കാതെ മറു ഇൻഡസ്ട്രി ഹിറ്റുകളിലൂടെ മറികടന്ന ചിത്രമാണ്. മറ്റൊരു മൾട്ടി സ്റ്റാർ എന്ന് പറയാൻ പറ്റാത്ത ചിത്രം, കാരണം അതിനകത്ത് സ്റ്റാറുകൾ ആരുമില്ല, കുറച്ച് അഭിനേതാക്കൾ മാത്രമുള്ള ഒരു സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. 240 കോടിക്ക് മുകളിലാണ് ഫൈനൽ കളക്ഷനായിട്ട് വന്നത്. 300 കോടി രൂപയോളം ടോട്ടൽ ബിസിനസ്സിലൂടെ നേടിയെടുത്ത സിനിമ. അതായത് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നേടിയ സിനിമയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ തന്നെയായിരുന്നു എന്നുള്ളത് മറക്കാതിരിക്കുക. അതിന്റെ കാരണം ചെറിയ നടന്മാരുടെ സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് OTT റിലീസ് ഒന്നും നേരത്തെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു തുകയ്ക്ക് സിനിമയുടെ ബിസിനസ് നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഒരു അവലോകനം നോക്കുന്ന സമയത്ത് മോഹൻലാല്, മമ്മൂട്ടി ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതലായിട്ട് ചിത്രങ്ങളുമായിട്ട് മുന്നിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ കൂടി കൂട്ടുമ്പോൾ മോഹൻലാലാണ് ഒന്നാമത്. 6 സോളോ ഹിറ്റുകളും 2 മൾട്ടി സ്റ്റാർ ചിത്രങ്ങളും മോഹൻലാലിന്റേതായിട്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 8 സിനിമകൾ മോഹൻലാലിന്റേതായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാം. മമ്മൂട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 6 സോളോ ഹിറ്റുകൾ തന്നെ മമ്മൂട്ടിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചപ്പോൾ 2020 എന്ന് പറയുന്ന ഒരൊറ്റ മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഭാഗമാവാനാണ് മമ്മൂട്ടിക്ക് സാധിച്ചത്. അപ്പോൾ മൊത്തം നോക്കുന്ന സമയത്ത് 7 ടോപ്പ് ഗ്രോസറുകൾ മമ്മൂട്ടിയുടെ പേരിലും വരുന്നുണ്ട്. ദിലീപിനെ സംബന്ധിച്ച് 3 സോളോ ഹിറ്റുകളും ഒരു 2020 പോലുള്ള ഒരു ചിത്രവും അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 4 സിനിമകൾ ദിലീപിന്റെ പേരിൽ പറയാൻ സാധിക്കും. നിവിൻ പോളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2 സോളോ ഹിറ്റുകളും ഒരു മൾട്ടി സ്റ്റാർ ബാംഗ്ലൂർ ഡേയ്സ് പോലുള്ള ഒരു മൾട്ടി സ്റ്റാർ ചിത്രത്തിലും അദ്ദേഹത്തിന് ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിവിൻ പോളിക്കും 3 സിനിമകൾ എന്ന് തന്നെ പറയാം. എന്ത് തന്നെയായാലും സോളോ ഹിറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മോഹൻലാൽ 6, മമ്മൂട്ടി 6, ദിലീപ് 3, നിവിൻ പോളി 2. അതല്ല മൊത്തം നോക്കുകയാണെങ്കിൽ മോഹൻലാൽ 8, മമ്മൂട്ടി 7, ദിലീപ് 4, നിവിൻ പോളി 3. ഇതാണ് 2000 ശേഷം ഇങ്ങോട്ടുള്ള ടോപ്പ് ഗ്രോസറുകളുടെ ഒരു ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.